മോർണിംഗ്. പിന്നെ എന്തുണ്ട് വിശേഷം? വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അത് എന്താ പറയുക, ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ഞാനൊരു പോസ്റ്റ് ഇട്ട് കാര്യം കുറച്ച് ആൾക്കാർക്ക് സംശയം ഞാൻ AI ആണോ മനുഷ്യജീവിയാണോ അതൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, സോ അത് ഒരു ലൈവ് പോകണം ഇനി, അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മുടെ ചാനലുകാർക്ക് അറിയാം. ഓക്കെ, കാരണം ഞാൻ ഈ ഓട് നടക്കുന്നെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ മറ്റേ FB എന്തൊക്കെ കാര്യം പറഞ്ഞു, ഇൻസ്റ്റയിലും ഒക്കെ കുറച്ച് പേജും ഒക്കെ ഉണ്ട്, ഇൻസ്റ്റയിലും FB ഒക്കെ. അപ്പോൾ സോ അതിൻ്റെയൊക്കെ പിന്നെ ഒരു ചെറിയ കോഫി ഉണ്ടാക്കി, ചെറിയ കോഫി കുടിക്കാമെന്ന് വിചാരിച്ച്. അവിടെ നല്ല മലയാളം പഴയ പാട്ട് വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നും വയ്യല്ലോ, കോപ്പിറൈറ്റും കുന്തമൊക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് മ്യൂട്ട് ചെയ്ത് വെച്ച്. എന്തൊരു ഗതികേടല്ലേ, അല്ലെങ്കിൽ നല്ല പാട്ടൊക്കെ വെച്ച് നിങ്ങളെ കേൾപ്പിക്കായിരുന്നു. ഐ ലവ് ദാറ്റ് ഓൾഡ് മലയാളം സോങ്സ്. ഓക്കെ, സോ ചെറിയ കോഫി സെഷൻ. ഇന്നൊരു ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയൊരു കോഫി കുടിക്കാൻ തോന്നി. ഓക്കെ, ഇതാണ് എൻ്റെ കോഫി. പിന്നെ ഞാൻ ഈ ഡുമ്മി പോലെ വരുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ലഞ്ച് കഴിച്ച അങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ലഞ്ച് ഉണ്ടാക്കാറില്ല, കഴിക്കാറില്ല കേട്ടോ. സോ ഇതൊക്കെയാണ്, കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞു വാൾനട്ട് ബനാന കേക്ക്. അത് ബനാന കേക്ക് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഇത് ക്ലെൻസിൻ്റെ അവരുടെ കുക്കീസ്, ഐ ലവ് ഇറ്റ്. ഓക്കെ, സോ അവരുടെ കുക്കീസ് കാണിച്ചു തരാം. ഓക്കെ, സെക്കൻഡ് എല്ലാം ഒന്നും ഓപ്പൺ ആക്കിയിട്ടില്ല, ഓരോന്ന് ഓപ്പൺ ആയിട്ട്. ഇത് ഓപ്പൺ ആക്കിയെന്ന് തോന്നുന്നു. ഓക്കെ, ഓപ്പൺ ആക്കിയത് കാണിക്കാം. ഇങ്ങനെ മേടിച്ചട്ടി അടുക്കി വയ്ക്കും, പിന്നെങ്ങനെ ഡുമ്മി ആവാണ്ടിരിക്കുന്നത്. എന്താ ഇത് ഓപ്പൺ ആയതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഓപ്പൺ ആയതിൻ്റെ അത് പകുതിയും കഴിഞ്ഞു. ഓക്കെ, ചോക്ലേറ്റ് മാത്രമേ, ചോക്ലേറ്റ് എനിക്ക് പൊതുവെ അത്ര വലിയ താല്പര്യമില്ല. ചോക്ലേറ്റ് അവനാ കഴിക്കുന്നത്, അവന് വന്നിട്ടിപ്പോൾ എൻ്റെ ടേസ്റ്റാണ്. ഓക്കെ, സോ ഒരു ലെയർ കഴിഞ്ഞു, ഇനി അടുത്ത ലെയർ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇവരുടെ എന്താ പറയുക, നല്ല ബട്ടർ കുക്കീസ്, നമ്മുടെ യൂറോപ്പിലൊക്കെ കിട്ടുന്ന അതേ നല്ല ക്വാളിറ്റി ടേസ്റ്റാണ്. ഓക്കെ, സോ കണ്ടോ, ചോക്ലേറ്റ് ഇങ്ങനെ ഇരിക്കും, അതിനകത്ത് ബാക്കി മിച്ചം വരുന്നത്. അതിൻ്റെ ഓരോന്നും ഓരോ വെറൈറ്റിയാണ്. ഇതൊരു വെറൈറ്റി ടൈപ്പ്, ഇത് വേറെ, ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുക്കി വിശേഷമാണ്, ഇതൊക്കെയുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇന്ന് കുറച്ച് കോഫി വിശേഷങ്ങൾ. അപ്പോൾ കോഫി വിത്ത് ലൂ. ഓക്കെ, നമ്മൾ ചാനലൊക്കെ കാണുന്നുണ്ടോ? കേട്ടോണോ, ഒത്തിരി കഷ്ടപ്പെട്ടാണ് കേട്ടോ നമ്മുടെ ട്രാവൽ വ്ളോഗ്സ്. കുക്കിങ്ങൊന്നും ഞാൻ ചെയ്യുന്നു. നല്ല കുക്കിംഗ് വീഡിയോസായിട്ട് വരാം. ബിക്കോസ് ഐ നോ കുക്കിംഗ്, ഐ ലവ് കുക്കിംഗ് ആൾസോ. പക്ഷേ ഇപ്പോൾ ഒരുപാട് കാലം കൂടിയാണ് ഇപ്പോൾ കുക്ക് ചെയ്യാൻ ഇത് മീൻസ് നിൽക്കുന്നില്ലല്ലോ. കോഫി, സൂപ്പർ കോഫി എനിക്ക് നല്ല ചൂടോടെ തന്നെ കുടിക്കണം പെട്ടെന്ന്. സാധാരണ വലിയ കപ്പാണ് എപ്പോഴും എടുക്കുന്നത്, ഇത് ചെറിയ കപ്പ് മതി. അധികം കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ആയിരുന്നു, പിന്നെ പതുക്കെ അങ്ങനെ ഇരുന്നപ്പം ഒരു ചെറിയ കോഫി കുടിക്കാൻ തോന്നി. ഒരു കുക്കി കഴിക്കാം അല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല കുക്കീസാണ്. നല്ല ക്രഞ്ചി, നല്ല കുറേ നട്ട്സ്, ചെറിയ ഇത് നല്ല ക്രഞ്ചി ഫീലിംഗ് ആണ്. അതുകൊണ്ട് നട്ട്സൊക്കെ ഉണ്ട്, നല്ല ആൽമണ്ട്, കാഷ്യൂ, എവറിത്തിങ് ഈസ് ദെയർ. ഓക്കെ, ഇറ്റ്സ് വെരി ടേസ്റ്റി. അപ്പം നമ്മുടെ വീഡിയോയെക്കുറിച്ച് നല്ല കമൻറ്റുകൾ പറയണം പ്ലീസ് കേട്ടോ. കാരണം
ഞാൻ ഈ ചെയ്യുന്നതെല്ലാം വൺ മാൻ ഷോയാണ്. അപ്പം നിങ്ങൾക്കറിയാം, അത് കാണുന്നവർക്കറിയാം. കാരണം ഞാൻ ട്രാവൽ പ്ലാൻ ചെയ്യുന്ന തൊട്ട് എനിക്ക് ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. സപ്പോർട്ട് മീൻസ് അവർക്ക് കൂടെ വരാൻ പറ്റാത്ത വിഷമമേ ഉള്ളൂ. അല്ലാതെ അവർ ഫുൾ സപ്പോർട്ടാണ് എന്ത് കാര്യത്തിനും. അപ്പോൾ ഞാൻ ഹോട്ടലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പുള്ളിക്കാരനെ. ഇപ്പം ഞാൻ നമ്മൾ ചിലപ്പോൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ബുക്ക് ചെയ്തിട്ട് അപ്പോൾ അവിടെ വെച്ച് എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് എടുക്കേണ്ടി വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരനത് ചെയ്തു തരും കാര്യങ്ങളൊക്കെ. പിന്നെ എപ്പോഴൊരു സപ്പോർട്ടുണ്ട്. പിന്നെന്താ പറയുക, അതുകൊണ്ട് ഫാമിലി ഫുൾ സപ്പോർട്ടുണ്ട്. പക്ഷേ ബാക്കി എല്ലാം പ്ലാനിങ്, എവിടെ പോകണം, എത്ര ദിവസം താമസിക്കണം, ഓക്കെ, അതൊക്കെ എൻ്റെ ഒരു കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഇതാണ്, വിഷയമാണ്. കാരണം ഇപ്പം ഒരു മിനിമം ഒരു രാജ്യത്ത് ഞാൻ ഒരു 1 മന്ത് എടുക്കും. ഓക്കെ, കാരണം എനിക്ക് 1 വീക്ക് കൊണ്ടും 2 വീക്സ് കൊണ്ടും ഒന്നും ആവില്ല. അങ്ങനെയായിരുന്നു. ഓക്കെ, സോ കാരണം നമുക്ക് അത് കൂടുതൽ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ അത് ഇപ്പോൾ തായ്ലൻഡ് 2 ടൈംസ് പോയിട്ട് വന്നു. അത് 2 months ആയിരുന്നു. ഓക്കെ, സോ അവിടെ നമുക്ക് അത് കുറേ വീഡിയോസ് എനിക്ക് ഇനിയിപ്പോൾ ഇടണം. കാരണം ഞാനത് ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത ട്രാവലിന് വേണ്ടിയിട്ട്. സോ അത് കഴിയുമ്പോൾ അടുത്ത വീഡിയോസ് വരും, നല്ല വീഡിയോസ് വരും. ഓക്കെ, കാരണം അവിടെ നമ്മുടെ റിസോർട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണണം, നല്ലതാണ്. പിന്നെന്താ പറയുക, ഇതിനകത്ത് ഒരുപാട് ഫണ്ണോ കാര്യങ്ങളോ മറ്റുള്ള വലിയ കാര്യങ്ങളും ക്വാളിറ്റിയൊന്നും, പക്ഷേ നിങ്ങൾക്ക് ആ രാജ്യത്തെക്കുറിച്ച് അറിയാനും അതിൻ്റെ ഇൻഫർമേഷൻസും അതിൻ്റെ എന്താ പറയുക, ഞാൻ പോകുന്ന വഴി നമ്മൾ പറയത്തില്ല, ഓരോ ആളുകളും എന്താ പറയുക, ഒരു കാഴ്ച പല കണ്ണുകൾ കാണുമ്പോൾ പല രീതിയിലാണ്. അതാണല്ലോ ഒരുപാട് അഭിപ്രായങ്ങൾ വരുന്നത്. ചിലർക്ക് നല്ലതായിട്ട് തോന്നുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓക്കെ, സോ പക്ഷേ ഡെസ്റ്റിനേഷൻ ഒന്നാണെങ്കിലും നമ്മൾ എന്താ പറയുക, കാണുന്ന കണ്ണുകൾ പലതാണല്ലോ. അപ്പോൾ അത് ആ ഒരു ഇത്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞു, ഞാൻ ട്രാവൽ വീഡിയോസോ മറ്റുള്ളതോ ഒന്നും കണ്ടിട്ടില്ല. യൂട്യൂബേ ഞാൻ എന്താ പാട്ടും എന്താ ഓൾഡ് പഴയ സിനിമ തപ്പാൻ വേണ്ടിയിട്ട് അങ്ങനെ ടി വിയിൽ മാത്രം, അത് മൊബൈലിൽ കാണാറില്ലായിരുന്നു മുമ്പ്. അപ്പം അങ്ങനെ കുറേ കുറവുകളൊക്കെ എനിക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എനിക്കതൊന്ന് കാണണമെന്ന് തോന്നുന്നു, എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ എന്നാലും ടൈം കിട്ടുമ്പോഴൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്. കാര്യം എല്ലാവരും നല്ല നല്ല വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, നല്ല നല്ല വ്യൂസ് ഉണ്ട്, നല്ലതായിട്ട് ജനങ്ങളിലോട്ട് എത്തുന്നുണ്ട്. അപ്പം ഞാനൊരു സെലിബ്രിറ്റി അല്ല, ഞാനൊരു സെലിബ്രിറ്റി ഫാമിലിയിൽ നിന്നില്ല, എന്നെ മലയാളിയിൽ നിന്നല്ല, ആർക്കും അറിയില്ല. കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഒരു ഹിഡൻ ലൈഫായിരുന്നു എൻ്റെത്. മീൻസ് നമ്മൾ നാട്ടിലോട്ട് ഞാൻ അധികം വരാറില്ലായിരുന്നു. ഓക്കെ, അപ്പം നാടുമായിട്ട് ബന്ധമില്ല എന്നല്ല, അങ്ങനെ അധികം എപ്പോഴും സാധാരണ മലയാളികളെ പോലെ അങ്ങനെ വരാറില്ലായിരുന്നു. ചിലപ്പോൾ 4-5 വർഷം കൂടുമ്പോഴായിരിക്കും വരുന്നത്, അതും ഒരു 1 വീക്കിന് അങ്ങനെയൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് കുറവ്. കാര്യം നാടുമായിട്ട് ടച്ച് ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞു ഡിഫൻസിലൊക്കെ ആയിരുന്നുകൊണ്ട് മലയാളികൾ കുറച്ച് ആൾക്കാർ അവരിപ്പോഴും ഡിഫറെൻറ്റ് കൺട്രീസിലാണ്. ഓക്കെ, സോ അവരുമൊക്കെ ആയിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ദിവസവും വിളിക്കുക, കാണുക. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അത് മലയാളികളായാലും അല്ലാത്തവർ കൂടുതൽ. ഓക്കെ, സോ അപ്പം നമ്മൾ വൺസ് കയ്യിലാണ് ഒന്ന് ചിലപ്പോൾ ഒന്ന് വിളിക്കുന്നത്. പക്ഷേ അവർ നല്ലൊരു ഫ്രണ്ടിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ 1.5 വർഷം കൂടുമ്പോഴേ എന്തെങ്കിലും ഒരു പെട്ടെന്ന് അവളെ സ്ഥലം വിളിച്ചാൽ അത് ഭയങ്കരമായിട്ട് അവർ നമ്മളെ ഇന്നലെ വിളിച്ചതുപോലെ നമുക്ക് ആ ഫീൽ ചെയ്യും. ഓക്കെ, നമുക്ക് ആ ഒരു എന്താ പറയുക ടൈം അത്രയും നമ്മൾ ഇല്ലായിരുന്നു എന്നുള്ളത് ഫീൽ ചെയ്യില്ല. അതൊരു വലിയ ബ്ലെസ്സിങ് പോയിൻ്റാണ്. രണ്ടാമത്തെ കൂടി എടുക്കുന്നു. രണ്ടാമത്തത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, കോവിഡ് ടൈമിൽ ഒരു എമർജൻസി കേസ് വന്നു. ഓക്കെ, സോ അപ്പോൾ വളരെ ഒരു ക്രൂഷ്യൽ ഒരു ഇതായിരുന്നു. ഓക്കെ, കണക്റ്റഡ് ഫാമിലി പേഴ്സണൽ. സോ അപ്പം ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, അവന് എന്താ പറയുക ഡോക്ടറാണ്.
ഓക്കെ, സർജനാണ്. വളരെ നമ്മുടെ നാട്ടിലെ ആലപ്പുഴയിലെ വലിയൊരു എന്താ പറയുക അറിയപ്പെടുന്നൊരു ഡോക്ടറാണ്. ഓക്കെ, സോ പെട്ടെന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അപ്പം വിളിക്കുമ്പോൾ ഞാൻ ഏതാണ്ട് സംസാരിച്ചിട്ട് ഹാർഡ്ലി 1 ഇയർ എന്തോ ആയിട്ടുണ്ട് അപ്പം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എൻ്റെ കോള് ചെന്നപ്പം ഞാൻ വിചാരിച്ചില്ല എടുക്കുമെന്നോ തിരിച്ച് വിളിക്കുമെന്നോ അല്ല. പെട്ടെന്ന് കണക്ട് ആയപ്പോൾ ഐ വാസ് സോ ഷോക്ക്ഡ്. ആക്ച്വലി ഹി വാസ് ഇൻ എമർജൻസി റൂം, ഹി വാസ് ദെയർ. ഞാൻ ഇവിടെ എമർജൻസി റൂമിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിളിക്കുന്നു. അവിടെ അവന് ഫുള്ള് PP കിറ്റിലൊക്കെ നിന്നിട്ട് വാട്ട് ഹാപ്പൻ പെട്ടെന്ന് പുറത്ത് വന്നിട്ടാണ് അവിടെ മീൻസ് അവന് സർജറി എന്തോ അത് കഴിഞ്ഞിട്ട് എന്തോ ഇറങ്ങി വന്നതായിരുന്നു. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവൻ പെട്ടെന്ന് ചോദിച്ചു വാട്ട് ഹാപ്പൻ, എന്താ നീ വിളിച്ചത്, എന്തെങ്കിലും കാര്യമില്ലാണ്ട് വിളിക്കില്ല എന്ന് അറിയാം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക എന്നെ ഒത്തിരി എനിക്ക് എന്താ എനിക്കത് ഫീൽ ചെയ്തത് അറിയത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പം ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലല്ലോ, അല്ലെ അങ്ങനെ സാധാരണ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ അത് എന്നും എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം വെച്ചാൽ നമ്മൾ എൻ്റെ ഒരു ഫോണോ എൻ്റെ നെയിം അടിച്ച പേരോ അല്ലെ അങ്ങനെ ചെല്ലുമ്പോൾ അത് പെട്ടെന്ന് അത് എല്ലാവരും അങ്ങനെ തന്നെ. എൻ്റെ ഇവിടെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അവന് പൈലറ്റാണ്. ജമ്മു കാശ്മീരിൽ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് നടന്നു. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് അന്നേരം തോന്നി. അപ്പോൾ ഇതും അതുപോലെ തന്നെ വർഷമായിട്ടുണ്ടാവും വിളിച്ചിട്ട്. പെട്ടെന്ന് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് തന്നെ എടുത്തത് ആക്ച്വലി അവനല്ല, അവൻ്റെ ഫോൺ എടുത്തു. അപ്പോഴെനിക്ക് മനസ്സിലായി അവിടെ നമുക്ക് എയർഫോഴ്സിൻ്റെ ഇതാണ്, പിന്നെ എമർജൻസി അവിടുത്തെ ഓഫീസറാണെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം പുള്ളിക്ക് കോൺഫിഡൻസ് ആയി. അപ്പം പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇല്ല, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ക്രാഷിൻ്റെ ഇത് കണ്ടു, അതുകൊണ്ടാണ് ഇങ്ങനെ. സോ വാട്ട് ഇസ് എ കണ്ടീഷൻ, ഹൗ ഈസ് ഹി എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞ് ഹീസ് ഓക്കെ ബട്ട് ഗോട്ട് സം ഫ്രാക്ചേർഡ്, അറൗണ്ട് 6 ഫ്രാക്ചർ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. 1-2 സർജറി കഴിഞ്ഞു, ചെറിയ മൈനർ സർജറീസൊക്കെ കഴിഞ്ഞു, ബാക്കി എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ അതുകൊണ്ടാണ് ഫോണ് നമ്മൾ അവരുടെ ഓഫീസേഴ്സിൻ്റെ കസ്റ്റഡിയിലാണ്. ഓക്കെ എന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കോ പൈലറ്റ് കഴിഞ്ഞു. സോ അത് എന്താ പറയുക എന്ന് പറയാ വെച്ചാൽ അത് എന്താ പറയുക എങ്ങനെയാ അത് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഹാപ്പൻസ്. ആക്ച്വലി നമ്മൾ ആ മൊമെൻറ്റിൽ ഓർക്കും. ആ മൊമെൻറ്റിൽ അവരെ ഇങ്ങനെ ഓർക്കുമ്പോഴത്തേക്ക് ഇപ്പം പെട്ടെന്ന് ഞാൻ ആ ഒരു ഇതിലങ്ങ് പോയി. ഓക്കെ, കാരണം ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഹാൻഡ് പിക്ഡ് ഫ്രണ്ട്സേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ അവർ എന്താ പറയുക വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ ദേ ആർ വെരി ക്ലോസ് ടു അവർ ഹാർട്ട്. ഓക്കെ, മേ ബി ദാറ്റ്സ് വൈ അതാണ് ആ ടൈമിൽ ഞാൻ വിളിക്കാനും പെട്ടെന്ന്. അപ്പോഴേ അത് കഴിഞ്ഞപ്പം പിന്നെ അവനുമായിട്ട് പിന്നെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ എന്തോ പിന്നെ സംസാരിച്ചു, അവൻ വിളിച്ചു തിരിച്ചു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഓക്കെ എന്തായാലും ആ സമയത്ത് ഞാൻ ഓർത്ത്, കാരണം നീ വിളിക്കും, കാരണം അതൊരു നമ്മൾ പറയത്തില്ല ഒരു എന്താ പറയുക ആ ഒരു കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ മനസ്സിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, സോ അങ്ങനെ ഇപ്പം 3 വർഷം 4 വർഷമൊക്കെ ആയിട്ടും ഇപ്പം പെട്ടെന്നൊന്നും കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇന്നലെ കണ്ടതുപോലെ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ ഏർലി മോർണിംഗിൽ പിക്ക് ചെയ്യാൻ പോയിരുന്നു. ഞാൻ ഇപ്പം ട്രിപ്പ് കഴിഞ്ഞ് വന്നതിൻ്റെ 3 ദിവസം കഴിഞ്ഞപ്പം. ഓക്കെ, കാരണം അത് ഇതുപോലെ തന്നെ ദുബായിൽ നിന്ന് എൻ്റെ ഫ്രണ്ടാണ്. വളരെ എന്താ പറയുക അവനൊരു പ്രൊഡ്യൂസറുടെ മോനാണ്, വളരെ ഫേമസ് ആയിട്ടൊരു പ്രൊഡ്യൂസറുടെ മോനാണ്, ദുബൈയിലാണ്, അതുകൊണ്ട് പറയുന്നില്ല. ഓക്കെ, സോ ഇതുപോലെ പെട്ടെന്ന് ബാംഗ്ലൂർ അവൻ്റെ 8 ദിവസത്തേക്ക് വന്നിട്ട് തിരിച്ച് പോണ 10 ദിവസം എങ്ങാണ്ട് വന്നതാണ് എന്തോ അർജൻറ്റ് ലീവിൽ. ഞങ്ങൾ കണ്ടിട്ട് 3-4 വർഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതുപോലെ എന്നോട് ചോദിച്ചു നീ എവിടെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ വന്നിട്ടുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് എന്നെ എയർപോർട്ടിൽ വന്നൊന്ന് പിക്ക് ചെയ്യാം. പറഞ്ഞു ഓക്കെ. അപ്പോൾ ഏർലി 2 o'clock 2:30 2:40 എങ്ങാണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ ഐ വിൽ കം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്നിട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് ഞാൻ കണ്ടില്ല എഴുതിറങ്ങി മതി ഇവർ. കാരണം എത്ര വർഷമായി കണ്ടിട്ടോ ഫോണിലോ അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. ഈ മെസ്സേജ് വന്നപ്പോഴത്തേക്ക് വാട്സപ്പിൽ മെസ്സേജ് കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ നീ ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അങ്ങനെ ഇത് ചെയ്തത്. അപ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് തലയിൽ ഇങ്ങനെ തട്ടിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് സി ഓക്കെ അങ്ങനെയൊക്കെ ഒരു എന്താ പറയുക
അതൊക്കെയാണ് നമ്മൾ നല്ല ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ ദിവസവും വിളിച്ച് രാവിലെ ഗുഡ് മോർണിംഗ്. ഞാനും ആ ടൈപ്പല്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഇത് ഇൻസ്റ്റയിൽ ഇവിടെയൊക്കെയുള്ള ഇവരോട് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് കുത്തിയിരുന്ന് ഗുഡ് മോർണിംഗും ഇതും മെസ്സേജ് അയക്കുന്ന ടൈപ്പൊന്നുമല്ല. അതൊന്നും കാണാനുമില്ല. അല്ലാതെ വീഡിയോയെക്കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം പറയാൻ ഞാൻ അവരെ കൃത്യമായിട്ട് ഞാൻ എന്താ പറയുക, അവർക്കതിന് മറുപടി കൊടുക്കും. കാരണം അത് അവർ ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം അവർ അവരുടെ ടൈം, ഇത് അവരുടെ വാല്യുബിൾ ടൈം നമുക്ക് വേണ്ടിയിട്ട് തരുന്നതാണ്. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് ട്രാവലിൻ്റെ വിശേഷം. ഇതുപോലെയൊക്കെയാണ്, എവിടെയോ തുടങ്ങി എവിടെയോ അവസാനിക്കും എന്നല്ല. ഓക്കെ, ട്രാവലിൻ്റെ കൃത്യമായിട്ട് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വിശേഷങ്ങളുണ്ടാകും അതിനകത്ത്. ഓക്കെ, എന്താ പറയുക, അതിൻ്റെ കമൻറ്റ്സ് ചെയ്യുക, കൂടുതൽ പേരിലൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം. ഓക്കെ, സോ ബി വിത്ത് മീ, ഇറ്റ്സ് മീ ലു ആൻഡ് യു ആർ വാച്ചിങ് ട്രാവൽ വിത്ത് ലു. Okay, see you soon. Bye bye.